എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബോർഡർ ഗവാസ്കർ ക്രിക്കറ്റ് പരമ്പരയിലെ നാളത്തെ ബോക്സിംഗ് ഡേ ടെസ്റ്റിനിറങ്ങുമ്പോൾ ഇന്ത്യ വലിയ പ്രതിസന്ധിയിലാണ്. പരമ്പരയിലെ 4 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഓസ്ട്രേലിയ 2-1 മുന്നിലാണ്. 1 സമനിലയായി. ഈ ഒരു ടെസ്റ്റ് മാത്രം ബാക്കി നിൽക്കെ നാളെ തുടങ്ങുന്ന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വിജയിക്കാൻ ആയാൽ മാത്രമേ ഈ പരമ്പര സമനിലയിൽ എങ്കിലും പിടിച്ചുകെട്ടാൻ ഇന്ത്യയ്ക്ക് സാധിക്കുകയുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചാമ്പ്യൻഷിപ്പ് ട്രോഫിയിൽ കയറാനുള്ള ഒരേയൊരു പിടിവള്ളി കൂടിയാണിത്. അതാണ് ടീമിന്റെയും കളിക്കാരുടെയും സമ്മർദ്ദം കൂട്ടുന്നത്. നാളെ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇന്ത്യൻ സമയം പുലർച്ചെ 5 മണി മുതലാണ് മത്സരം. മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലും ബൌളിംഗ് നിരയിലും വമ്പൻ മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത്. ഏറ്റവും പ്രധാന മാറ്റം എന്നത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ മാറ്റി ബുംറയെ ക്യാപ്റ്റൻ ആക്കും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ രോഹിത്തിന് പകരക്കാരനായി ശുഭ്മാൻ ഗിൽ ഇറങ്ങും. അതുപോലെ തന്നെ ധ്രുവ് ജുറൈലിനെ ടീമിൽ എത്തിച്ചുകൊണ്ട് പന്തിനെ പുറത്തിരുത്താനും പദ്ധതിയുണ്ട്. ഇനി ബൌളിംഗ് നിരയിലേക്ക് വന്നാൽ ആകാശ്ദീപിന് പകരം ഹർഷിത്താണ് അല്ലെങ്കിൽ പ്രസിദ്ധ് കൃഷ്ണ ടീമിലേക്ക് എത്തും. എന്നാൽ ഓസ്ട്രേലിയക്കെതിരെ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളതിനാൽ ഹർഷിത്താണക്കായിരിക്കും സാധ്യത കൂടുതൽ. എന്നാൽ മോശം ഫോമിലുള്ള കോഹ്ലിയെ ടീമിൽ നിലനിർത്താനും ആണ് ഇന്ത്യയുടെ പദ്ധതി. ഇനി നമുക്ക് ഓസ്ട്രേലിയ മത്സരത്തിലെ ഇന്ത്യയുടെ പ്ലേയിംഗ് 11 ഒന്ന് വിശദമായി പരിശോധിക്കാം. മത്സരത്തിൽ KL രാഹുലും യശസ്വി ജയ്സ്വാളും ചേർന്ന് ഓപ്പൺ ചെയ്യും. 3-ാം സ്ഥാനത്ത് വിരാട് കോഹ്ലി എത്തുമ്പോൾ 4-മനായി ശുഭ്മാൻ ഗിൽ ഇറങ്ങും. 5-ാം സ്ഥാനത്ത് ധ്രുവ് ജുറൈൽ ആയിരിക്കും ഇറങ്ങുക. 6-ാം നമ്പറിൽ നിതീഷ് ടെഡിയും എത്തും. ഇനി ബൌളിംഗിൽ രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ, ഹർഷിത് റാണ, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നിവരാകും ഉണ്ടാകുക. 1-ാം ടെസ്റ്റിൽ എന്ന പോലെ നാളത്തെ മത്സരത്തിലും അനായാസം വിജയമുറപ്പിക്കാൻ സാധിക്കും എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ കളത്തിൽ ഇറങ്ങാൻ പോകുന്നത്. ബുംറയുടെ നേതൃത്വത്തിലാണ് നാളെ ടീം ഇന്ത്യ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അവസാന മത്സരത്തിൽ ശക്തമായി തന്നെ തിരിച്ചുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.